രാജാ സാബ് 200 കോടി അടിക്കുമോ എന്ന ചർച്ച നടക്കുമ്പോൾ എനിക്കൊരു കാര്യം ക്ലിയറായി തോന്നി. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ വിജയ് എന്ന പേരിനുള്ള സ്റ്റാർഡം മറ്റാരുടെയും പോലെ സിമ്പിളല്ല. മിക്സഡ് റെസ്പോൺസ് ആയാലും നെഗറ്റീവ് ടോക്ക് വന്നാലും വിജയ് പടങ്ങൾ 300 കോടി ക്ലബിൽ എത്തുന്നത് വലിയ കാര്യമാകുന്നില്ല. ഇവിടെ 300 കോടി നേടാൻ പാൻ ഇന്ത്യൻ ലേബൽ വേണം, ഹ്യൂജ് ബഡ്ജറ്റ് വേണം, ബ്രാൻഡ് ഡയറക്ടർ വേണം എന്നൊരു റൂളില്ല. ഈ അടുത്ത് വിജയെക്കുറിച്ച് മറ്റൊരു നടൻ പറയുന്നത് കേട്ടു, അണ്ണൻ്റെ പടം എന്ന് വരുന്നു അന്നാണ് ഞങ്ങൾക്ക് പൊങ്കൽ എന്ന്. 4 വർഷങ്ങൾക്ക് മുൻപ് ഓഫ് സീസൺ ആയിരുന്ന സമയത്ത് KGF പോലുള്ള മാസ് സീക്വൽ സിനിമയോടൊപ്പം ക്ലാഷ് വെച്ച് പല രാജ്യങ്ങളിലും ബാൻ കിട്ടി. ടോക്ക് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടും 235 കോടി വരെ ഫൈനൽ എത്തിയ ആക്ടറാണ് വിജയ്. വൈഡ് മാർക്കറ്റ് വെച്ച് ഓപ്പണിംഗ് ഇടുന്നത് മാത്രമല്ല സ്റ്റാർഡം, റെസ്പോൺസ് എങ്ങനെയായാലും മിനിമം ഗ്യാരണ്ടി ഫൈനൽ ഇടാൻ കഴിയണം. ആ കാര്യത്തിൽ വിജയ് പിന്നിലല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാത്തിരിക്കുന്നതും ആ ഒരു ചിത്രത്തിന് വേണ്ടി കൂടിയാണ്. വിജയ് ഫിലിം ജനനായകൻ. കോടതിയിലെ പ്രശ്നങ്ങളെല്ലാം മാറി വേഗം തിയേറ്ററിലെത്തുന്ന ദിവസം ഹോണസ്റ്റ്ലി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്.